ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഭീകരവാദത്തെ ചില രാജ്യങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നതാണ് ആ ചോദ്യം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളെ വേദിയിലിരുത്തിയാണ് മോദി ഈ ചോദ്യം ഉന്നയിച്ചത്. ഏപ്രിൽ 22-ന് 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ മനസ്സാക്ഷിക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, മാനവരാശിയിൽ വിശ്വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമുള്ള തുറന്ന വെല്ലുവിളിയാണെന്നും മോദി തന്റെ ചോദ്യത്തിന് സ്വയം നൽകുന്ന മറുപടിയായി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകിയിട്ടാണ് ഇന്ത്യ ഭീകരതയെക്കുറിച്ച് സംസാരിച്ചത്. അതിനാൽ ആ വാക്കുകളുടെ ശക്തിയും ഊർജവും സന്ദേശവും 10 മടങ്ങ് കൂടുതലായിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള ഏറ്റവും വലിയ വിജയത്തിന്റെ തെളിവായി കൂടി മാറുകയായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഫലം. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ കൂടി അംഗമായ SCO ഉച്ചകോടി അവസാന ദിവസം സംയുക്ത പ്രസ്താവന ഇറക്കി. ആക്രമണത്തിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട സംഘടന ഭീകരതയെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന ഇന്ത്യൻ നിലപാടിനെ അനുകൂലിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഗാസയിലെ യുദ്ധത്തെയും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളെയും ഉച്ചകോടി അപലപിച്ചു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ച അമേരിക്കയുടെ തീവ്ര ഭീഷണികൾക്ക് എതിരായ ഒരു പുതിയ സാമ്പത്തിക ലോകക്രമം ഉയർന്നു വരുന്നതിന് നാന്ദി കുറിക്കുമെന്ന് കരുതാം. ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന വ്യക്തമായ സൂചനയാണ് ഉച്ചകോടി ലോകത്തിന് നൽകിയത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ സഹകരണ സമ്മേളനമായിരുന്നു ഇത്. മോദിയും പുടിനും കൈകോർത്ത് ഷീ ജിൻപിങ്ങിന്റെ അടുത്തെത്തി സൗഹൃദ സംഭാഷണം നടത്തുന്ന കാഴ്ച 3 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉച്ചകോടി കഴിഞ്ഞ റഷ്യൻ പ്രസിഡന്റ് പുടിനും പ്രധാനമന്ത്രി മോദിയും ഹോട്ടലിലേക്ക് മടങ്ങിയത് ഒരേ വാഹനത്തിലായിരുന്നു. കാറിൽ ഇരുവരും 50 മിനിറ്റ് സംഭാഷണം നടത്തുകയും ചെയ്തു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് പിഴ ചുമത്തിയതിനു ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. വാഹനത്തിൽ സംഭാഷണം നടത്തിയതും എന്നത് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. യാത്രയുടെ ഫോട്ടോ മോദി എക്സിൽ പങ്കിട്ടു. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോകുന്നില്ല എന്ന് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുടിനുമൊത്തുള്ള ഫോട്ടോ പങ്കിടുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. ലോകം മാറുകയാണെന്നും ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കളായിരിക്കേണ്ടതുണ്ടെന്നും ഷീ ജിൻപിങ്ങും ഇരു രാജ്യങ്ങളും എതിരാളികളല്ല പങ്കാളികളാണെന്ന് മോദിയും പറയുകയുണ്ടായി. ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിച്ചു നിന്നാൽ അമേരിക്കയുടെ ഭീഷണികൾ വെള്ളത്തിൽ വരച്ച വരകളായി മാറാൻ അധിക നാൾ വേണ്ടിവരില്ല. യുഎസിന്റെ പ്രതികാര നടപടികൾ തുടരുന്നതിനിടെ ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കിഴിവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. ക്രൂഡ് ഓയിൽ ബാരലിന് $3 മുതൽ $4 വരെ വിലക്കിഴിവാണ് റഷ്യ വരുത്തിയത്. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുറാൽ ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിലിനാണ് വിലക്കിഴിവ് ചുമത്തിയതെന്നാണ് റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യക്ക് മേൽ US 50% ഇറക്കുമതി തീരുവ ചുമത്തിയതിന് പിന്നാലെയാണിത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണ വിറ്റു നേടുന്ന പണമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം. ഏതായാലും മോദിയും പുടിനും ഷീയും തമ്മിലുള്ള കൂടിക്കാഴ്ച ട്രംപിന് തലവേദനയാകുമെന്നത് ഉറപ്പാണ്.